സമദൂരം മറന്ന് കോൺഗ്രസുമായി അകലുന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പതിവ് പോലെ തോൽപ്പിക്കാനുള്ളവരുടെ ലിസ്റ്റ് എടുക്കുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സമ്മർദ്ദ തന്ത്രങ്ങളുമായി ക്രൈസ്തവ സഭാ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് സീസൺ അടുക്കുമ്പോൾ കേരളത്തിലെ സമുദായ നേതാക്കൾക്ക് തിരക്കേറുകയാണ്. ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. സാമൂഹിക നീതിയും മതേതരത്വവും സംരക്ഷിക്കുന്ന സർക്കാരുണ്ടാകണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ചങ്ങനാശ്ശേരി വാഴപ്പള്ളി സെന്റ് തെരേസ സ്കൂളിൽ വോട്ട് ചെയ്തിറങ്ങിയ സുകുമാരൻ നായർ പറഞ്ഞു, ആഹ്വാനം ബലം ചെയ്തില്ല. ഇടതുമുന്നണി 99 സീറ്റുമായി തുടർ ഭരണം ഉറപ്പിച്ചു. തങ്ങളുടെയൊക്കെ ഇംഗിതവും തിട്ടൂരവും അനുസരിച്ചാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് ധരിച്ചു വെച്ചിട്ടുണ്ട് കുറെ സമുദായ നേതാക്കൾ. ഇവരുടെ പിന്തുണ പ്രഖ്യാപിക്കലും പിൻവലിക്കലുമെല്ലാം താൽക്കാലിക പ്രതിഭാസങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ചരിത്രം ഒരിക്കൽ കൂടി സാധൂകരിക്കുകയാണ് സുകുമാരൻ നായർ. ശബരിമല വിഷയത്തിൽ BJP സ്വീകരിച്ച നിലപാടുകൾ സത്യസന്ധമല്ലെന്നും കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുമാണ് പുതിയ വെളിപാട്. കേന്ദ്രഭരണം കയ്യിലുണ്ടായിട്ടും BJP ഒന്നും ചെയ്തില്ല. കോൺഗ്രസ് കള്ളക്കളി കളിച്ചെന്നും കുറ്റപ്പെടുത്തൽ. വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകിയതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചതോടെ BJPയും കോൺഗ്രസും അങ്കലാപ്പിലാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ചങ്കെടുപ്പ് തന്നെ കൂടിയിട്ടുമുണ്ട്. 2018 നാമജപഘോഷയാത്രയിൽ NSSന് കുടപിടിച്ചതാണ് കോൺഗ്രസ്. സർക്കാർ ഒത്താശയോടെ ശബരിമലയിൽ യുവതീ പ്രവേശം നടത്തി ആചാരം ലംഘിച്ചു എന്നായിരുന്നു NSSന്റെ അന്നത്തെ പരിഭവം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അതിഗംഭീര വിജയവും കിട്ടി. ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പമെന്ന സർക്കാർ പ്രഖ്യാപനം വിശ്വസിച്ചാണ് നായർ സംഘടന സർക്കാരിനൊപ്പം കൂടുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും തോൽപ്പിക്കാനുള്ളവരുടെ ലിസ്റ്റ് ഇറക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. കോൺഗ്രസുകാർക്കായിരിക്കും ലിസ്റ്റിൽ പ്രാമുഖ്യം. സ്വതവേ പേടിത്തൊണ്ടന്മാരായതിനാൽ അവരാരും മറുത്തൊന്നും പറയാറുമില്ല. പക്ഷേ തോൽപ്പിക്കുമെന്ന് വെള്ളാപ്പള്ളി പ്രഖ്യാപിച്ചവരൊക്കെ വൻപൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് കേരള രാഷ്ട്രീയം കണ്ട് കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ. VM സുധീരൻ, KC വേണുഗോപാൽ, VD സതീശൻ, PC വിഷ്ണുനാഥ് തുടങ്ങിയവരൊക്കെ വെള്ളാപ്പള്ളിയുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷേ വോട്ടർമാർ അതൊന്നും ഗൗനിച്ചില്ല. ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ M. സ്വരാജ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പാളിപ്പോയ ഒടുവിലത്തെ പ്രവചനം. 11,000 വോട്ടിലധികം ഭൂരിപക്ഷം നേടിയാണ് ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് ടിക്കറ്റ് എടുത്തത്. ക്രൈസ്തവ സഭാ നേതാക്കളുടെ മനോഭാവവും ഇതുപോലെയൊക്കെ തന്നെ. തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ ചില മെത്രാമാർക്ക് ഹാലിളകും. സഭയ്ക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്നൊക്കെ പ്രഖ്യാപനങ്ങൾ ഇറക്കും. വിശ്വാസികളിൽ കുറച്ചുപേരൊക്കെ അത് കേട്ട് അനുസരണയുള്ള കുഞ്ഞാടുകളായി അഭിനയിച്ച് വോട്ടും ചെയ്യും. 99% പേരും സ്വന്തം രാഷ്ട്രീയ ബോധമനുസരിച്ചും വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളത്തിലെ സത്യം.